എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ജൂൺ 5-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പുതുതായിട്ട് DHSE ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റാണിത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്കല്ല ജസ്റ്റ് ഒന്ന് ഈ ഒരു results.hse.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ജസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പബ്ലിഷ്ഡ് റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് എക്സാം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വരിക. നിലവിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടിൻ്റെ ലിങ്കാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു HSC VHSCയുടെ ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട്സ് 2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ HSC ആണെങ്കിൽ HSC, VHSC ആണെങ്കിൽ VHSC, ആ ഒരു രീതിയിൽ സെപ്പറേറ്റ് ലിങ്കുകൾ കാണാൻ പറ്റും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഏത് ദിവസമാണ് റിസൾട്ട് വരുന്നത് എന്നുള്ളതും അതുപോലെ ആക്ഷൻ എന്നുള്ള രീതിയിൽ ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു +1ൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെ ആ ഒരു ക്യാപ്ച കൂടി കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ക്യാപ്ച എന്ന് പറയുമ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു കളറിൽ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അപ്പോൾ അതാണ് ഒരു ക്യാപ്ച എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ആ ഒരു പേജിൽ ഡൗൺലോഡ് PDF ഓപ്ഷൻ ഉണ്ടാകും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പോൾ ആ ഒരു സമയത്ത് കാണുന്ന പുതിയ അതായത് ഈ ഒരു ക്യാപ്ച, അതായത് ആ ഒരു ജസ്റ്റ് ഒരു ചിത്രം പോലുള്ള ആ ഒരു കാര്യത്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ ഒരു സ്പെല്ലിങ്സ് അല്ല, ഈ ഒരു ക്യാരക്ടേഴ്സ് അവിടെ വന്നത് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇംഗ്ലീഷിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് കാണുന്നത് അതനുസരിച്ച് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് PDF-ൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് അത് PDF ആയിട്ട് ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡൗൺലോഡായിട്ട് ലഭിക്കുന്ന PDF-ൻ്റെ നിങ്ങൾ അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തും എഴുതുക. കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയ ശേഷം അതാണ് നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു PDF-ൻ്റെ പാസ്വേഡാണ് അത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റ് വെബ്സൈറ്റുകൾ വഴി നിങ്ങളുടെ സാധാരണ +1ൻ്റെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ ഈ ഒരു ജൂൺ 5-ാം തീയതിയുടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.